3 ക്യൂബ് ഇൻറ്റു 3√3 ഹരിക്കണം 3 ഘാതം -5/2 സമം 3 ഘാതം a+3 ആയാൽ എയുടെ വില കാണുക. ഈ 3 ഘാതം 3 അല്ലെങ്കിൽ 3 ക്യൂബ് അതുപോലെ ഇടുക, ഇൻറ്റു ഈ 3ഉം അതുപോലെ ഇടുക, ഇൻറ്റു √3. റൂട്ട് എക്സിനെ നമുക്ക് എക്സ് ഘാതം അരാന്ന് എഴുതാം. അതായത് റൂട്ട് ചിഹ്നത്തിന് പകരം കൃതിയായിട്ട് 1/2 ഇട്ടാൽ മതി. അതുപോലെ √3 എന്നിട്ടിട്ട് റൂട്ട് ചിഹ്നത്തിന് പകരം കൃതി 1/2 എന്നിട്ടാൽ മതി. ഹരിക്കണം എന്ന് പറഞ്ഞാൽ ബൈ ഇടുക, 3 ഘാതം -5/2. വീണ്ടും 3 ഘാതം 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഘാതം അര. നമ്മൾ ഈ അംശം അതുപോലെ എഴുതി. ഇനി ഈ ഛേദത്തിൻ്റെ പ്രത്യേകത എന്താ? കൃതി നെഗറ്റീവ് ചിഹ്നമുണ്ട്. കൃതി നെഗറ്റീവ് ചിഹ്നം, ഛേദത്തിൽ കൃതി നെഗറ്റീവ് ചിഹ്നം വരികയാണെങ്കിൽ നമ്മൾ ആ നെഗറ്റീവ് ചിഹ്നം കളയാൻ ഇതിനെ മുഴുവൻ അംശമാക്കി മാറ്റിയാൽ മതി. ഛേദത്തിൻ്റെ കൃതി നെഗറ്റീവ് ചിഹ്നം വന്നാൽ നെഗറ്റീവ് ചിഹ്നം കളയാൻ ഇതിനെ മുഴുവനായി അംശമാക്കി മാറ്റുക. അപ്പോൾ ഇതിനെ മുകളിലേക്ക് എഴുതാം, ഇൻറ്റു 3 ഘാതം 5/2. അപ്പോൾ ഇതിനെ അംശമാക്കി മാറ്റിയപ്പോൾ നെഗറ്റീവ് ചിഹ്നം പോയി. ഇനി ഇത് a ഘാതം m ഇൻറ്റു a ഘാതം n ഇൻറ്റു a ഘാതം p ഇൻറ്റു a ഘാതം q, അതായത് ഒരേ പാദസംഖ്യ ഒക്കെ ഗുണന ചിഹ്നമാണ് വരുമ്പോൾ പാദസംഖ്യ എഴുതിയിട്ട് ഈ കൃതികളെല്ലാം കൂടി കൂട്ടുക, m + n + p + q. അതുപോലെ ഇവിടെയൊക്കെ പാദസംഖ്യ തുല്യ. അപ്പോൾ പാദസംഖ്യ എഴുതി 3, എന്നിട്ട് ഈ കൃതികളെല്ലാം കൂടി കൂട്ടുക. 3 + ഇത് 3 ഇവിടെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ 1 എന്ന് വിചാരിക്കണം. 1 പ്ലസ് പിന്നെ ഇവിടെ 1/2 പ്ലസ് ഇവിടെ 5/2. 3 ഘാതം 3 കൂട്ടിയ 4 പ്ലസ് 1/2 5/2 2 ഛേദം തുല്യമാണ്. അപ്പോൾ അംശങ്ങൾ കൂട്ടുക, 1 5 6/2. 3 ഘാതം 4 പ്ലസ് 6/2 പറഞ്ഞാൽ 3. 3 ഘാതം 3 4 കൂട്ടിയ 7. ഇനി ഇത് നമ്മൾ ഈ ഭാഗത്ത് എഴുതിയിട്ടുള്ളൂ. സമം അപ്പുറത്ത് എന്തുണ്ട്? 3 ഘാതം a+3. ഇപ്പോൾ ഇതൊരു സമവാക്യമാണ്. ഇരുവശത്തും പാദസംഖ്യ തുല്യം, അപ്പോൾ കൃതികൾ തുല്യമായിരിക്കും. ഇവിടുത്തെ കൃതി 7, ഇവിടുത്തെ കൃതി a+3, ഇത് രണ്ടും തുല്യം. അപ്പോൾ a+3 സമം 7. എയും 3ഉം കൂട്ടിയ 7 ആവണമെങ്കിൽ എയുടെ സ്ഥാനത്ത് 4 ആയിരിക്കും. a സമം 7 - 3 സമം 4.